ആത്മീയ മണ്ഡലത്തിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ഭക്തന്മാർ പോലും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ പകച്ചു നിൽക്കാറുണ്ട്. ആകാശം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുവാനും ഒരു വാക്കുകൊണ്ട് സ്വർഗത്തിൽ നിന്നും തീ ഉറക്കുവാനും കഴിവുള്ള ഏലിയാവ് ആഹാബിന്റെ ഭാര്യയുടെ മരണഭീഷണി ഭയന്ന് ഓടി ഒളിച്ചു. ഇനി മതി, എനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നാമും പതറിപ്പോകാറില്ലേ? യശയ്യാപ്രവാചകൻ ഈ സന്ദർഭങ്ങളിൽ ദൈവം ആരാണെന്ന് നാം ഗ്രഹിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28-ാമത് വചനം. നമ്മുടെ ദൈവം അഖിലാണ്ടത്തെ മുഴുവന് സൃഷ്ടിച്ചവൻ, തൻ്റെ ഉള്ളം കൈകൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ അളക്കുന്നവൻ, തൻ്റെ വിരൽ കൊണ്ട് ആകാശത്തിന്റെ പരിണാമത്തെ അളക്കുന്നവൻ, സമുദ്രത്തിന് അതിര് നിർണയിക്കുന്നവൻ. ഈ ദൈവം ക്ഷീണിച്ചു പോകുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 29 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ. പല പ്രശ്നങ്ങളിലും നാം തളർന്നു പോകുന്നത് കർത്താവിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിന് കാത്തിരിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി എൻ്റെ തിന്മയ്ക്കായുള്ള പദ്ധതിയല്ല എന്നും എൻ്റെ നന്മയ്ക്കാണെന്നും വിശ്വസിച്ചാൽ അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. എങ്ങനെയാണ് നാം കാത്തിരിക്കേണ്ടത്? 1, വിശ്വാസത്തോടെ കാത്തിരിക്കണം. ഇയ്യോബിന് ഒന്നിനു പുറകെ പരീക്ഷണങ്ങൾ വന്നപ്പോൾ ഇയ്യോബ് അറിഞ്ഞില്ല സാത്താൻ ദൈവത്തിൽ നിന്നും അനുവാദം വാങ്ങിയിട്ടാണ് താൻ പരീക്ഷിക്കപ്പെടുന്നതെന്ന്. അതിനാൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 15-ാമത് വചനം. ഇതാണ് വിശ്വാസത്താലുള്ള കാത്തിരിപ്പ്. 2, പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്. സാഹചര്യം എന്തു തന്നെയായാലും നാം പ്രത്യാശയോടെ കാത്തിരിക്കണം. ഇയ്യോബിന്റെ കഷ്ടങ്ങളിൽ ഇയ്യോബിന്റെ ഒരു സ്നേഹിതനായ ഏലിഹു ഇയ്യോബിനെ ഇങ്ങനെ ഉപദേശം കൊടുത്തു: വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കാൻ നീ അവനായി കാത്തിരിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 35-ാം അധ്യായം അതിന്റെ 14-ാമത് വചനം. ഇന്ന് പ്രശ്ന പരിഹാരം ലഭിക്കുവാൻ പലരെയും മനുഷ്യൻ തേടിപ്പോകുന്നു. ഈ ഭൂമിയിലെ കോടതികളിൽ നാം നൽകുന്ന വ്യവഹാരങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന വിധം നീതി ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് വ്യവഹാരം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ഉത്തരവിനായി നാം കാത്തിരിക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത് വചനം. 3, വിശുദ്ധിയോടെ സഹിഷ്ണുതയോടെ നാം കാത്തിരിക്കുക. ദാവീദ് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്നു കാത്തിരുന്നു. ദൈവം അവന്റെ പാപങ്ങൾ ക്ഷമിച്ച് നാവിൽ പുതിയ ഗാനം നൽകി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. 40-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. 4, ഒരുങ്ങി കാത്തിരിപ്പീൻ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 5-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത് വചനം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. 5, ദർശനത്തോടെ നാം കാത്തിരിക്കണം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത് വചനം. കാലപ്പഴക്കം വന്ന അപേക്ഷകളാണെങ്കിലും ദൈവ തീരുമാനത്തിനായി കാത്തിരിക്കണം. ജോസഫ് കണ്ട സ്വപ്നം പെട്ടെന്ന് നിറവേറിയില്ല. എന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും
ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവാൻ ജോസഫ് കാത്തിരുന്നു. 6, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ക്ഷീണിച്ചു പോകുകയില്ല, ഓടുമ്പോൾ തളർന്നു പോകുകയുമില്ല. അവരുടെ കാത്തിരിപ്പിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായം 20-ാമത് വചനം. ഇതാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ. ഇങ്ങനെയുള്ള പുതുശക്തി പ്രാപിച്ച് കഴുകനെ പോലെ പറന്നുയരും. അവർ ഉയരങ്ങളിലേക്ക് കണ്ണുനട്ട് ഇരിക്കും. തങ്ങളുടെ പ്രാണനാഥൻ മധ്യാകാശ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ മാർവിൽ ചാരുവാൻ അവർ പറന്നുയരും. അവർ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. അതിനാൽ ഈ ഭൂവിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ശക്തിയെ പുതുക്കി കഴുകനെ പോലെ നമുക്ക് പറന്നുയരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com